അപ്ലോഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പം ഡ്യൂഡ് എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡ് പോലെ, ഒരു സ്ഥലം പോലെ ഫീൽ ചെയ്താ ട്രെയിലർ കാണുമ്പോഴും നിങ്ങളെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴും. ഡ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? ഈ പറഞ്ഞ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കരമായിട്ടും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആദ്യം തന്നെ തമിഴ് സിനിമയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഡൂഡിന് മുന്നേ ഞാൻ ഇരണ്ടുവാനം, ജനനായകൻ ഈ 2 സിനിമകളിലും ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡൂഡിലേക്ക് കയറിയപ്പം ഒരു ഭയങ്കര എന്താ പറയുക, ഫ്രീഡം കിട്ടി. എല്ലാ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ എൻ്റെ ക്യാരക്ടറിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു ഡെപ്തും ഒക്കെ കവർ ചെയ്യാൻ പറ്റി. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രദീപ് സർ ആൻഡ് കീർത്തി സർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഏതൊരു ആക്ടേഴ്സിനോട് ചോദിച്ചാലും അവർ പറയുന്ന ഒരു കാര്യം, ഒരു സ്ക്രീനിലെങ്കിൽ ഒരു ഷോട്ടിലെങ്കിലും ഇന്ന ആക്ടേഴ്സ്, സൂര്യയുടെ കൂടെ, വിജയുടെ കൂടെ, മമ്മൂട്ടിയുടെ കൂടെ, മോഹൻലാലിന്റെ കൂടെ ഒരു ഷോട്ടിലിങ്ങനെ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ പോലും ഇല്ലാതിരിക്കത്തില്ല. അപ്പൊ താങ്കളെ സംബന്ധിച്ച് ഇപ്പൊ അതെല്ലാം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള മൊമെന്റ്സ്? എങ്ങനെ ഉണ്ടായിരുന്നത്? അയ്യോ ഭയങ്കരല്ലേ, ഈ പറഞ്ഞ പോലെ ഫാൻ ഗേൾ മൊമെന്റ്സ് ആയിരുന്നു. എല്ലാ ദിവസവും ഷൂട്ടിന് ചെല്ലുമ്പോഴത്തേനും ഞാൻ അവരെ ഇങ്ങനെ നോക്കിയിരിക്കും. അതായത് അവരെന്താണ് ചെയ്യുന്നത് നോക്കും, അവരെ ഒബ്സർവ് ചെയ്യും, അവരെങ്ങനെയാണ് സെറ്റിൽ ബിഹേവ് ചെയ്യുന്നത്. ഇൻ ആൻഡ് ഔട്ട്, ഇപ്പം ആക്ടിങ്, ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും എങ്ങനെയാണ് അവര്. അപ്പൊ അതൊക്കെ കണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ കൊള്ളുകയും മാത്രമല്ല, നമ്മള് സ്ക്രീനിൽ കണ്ട് വളർന്നവർ ആണല്ലോ നമ്മളെല്ലാവരും. അപ്പം ഇവരുമായിട്ട് നേരിട്ട് ഇടപെടുമ്പോൾ അവര് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുക. അതായത് ജസ്റ്റ് സ്റ്റാർഡം മാത്രമല്ല, അവർ ഭയങ്കര ഇൻ പേഴ്സൺ ഭയങ്കര സ്വീറ്റ് ആൻഡ് ഭയങ്കര ലൈക്ക് നമുക്ക് എന്താ കൂടുതൽ അഡ്മിറേഷൻ തോന്നും. അപ്പൊ എനിക്ക് അങ്ങനെയാണ് അവര്. അയ്യോ അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. രണ്ടുപേരെയും എന്താ പറയാ, നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ട്രെയിലറിൽ കുറെ അടിക്കണ സീക്വൻസ് ഉണ്ട്. അത് എത്ര ടേക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്? ടേക്കൊക്കെ അത് പ്രദീപ് സാർ പറയുന്നു എത്ര ടേക്ക്. എനിക്കൊന്ന് മാക്സിമം എല്ലാ സീനിലും അടി കൊടുക്കുന്ന എല്ലാ സീനിലും I think 1 or 2 മാക്സിമം, അല്ലേ? 1 or 2 മാക്സിമം. നമുക്ക് അങ്ങനെ 1 or 2. അതായത് നമ്മൾ റിഹേഴ്സൽ ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ചുമ്മാ വീശും. ടേക്കിന്റെ സമയത്ത് കുറച്ച് കൊടുക്കും. അത് കീർത്തി സാറ് പറഞ്ഞു എനിക്ക് റിയൽ ആയിട്ട് വേണം, എനിക്ക് അടി കൊടുക്കുന്നത് ഫീൽ ആവണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലേ? ഇതൊക്കെ മമിതാനടുത്തോട് ചോദ്യം ചോദിക്കാനുണ്ട്. ആസ് എ മലയാളം പ്രൊഡ്യൂസർ, യെസ് സർ, how was it working in a Malayalam setup versus a Telugu and a Tamil setup? Are you more comfortable over here or are you more comfortable over there? I know it's a very difficult answer. I know you will say no, definitely not sir. So I think for an actor എനിക്ക് തോന്നുന്നു അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ക്വാളിറ്റിയിൽ വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഏത് സെറ്റപ്പിനോടും ഏത് ക്യാരക്ടറിനോടും അഡാപ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഈസി ആയിരിക്കും. ഇപ്പം ഞാൻ മലയാളത്തിൽ ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിലും 2 സിനിമകൾ ചെയ്യുമ്പോഴത്തേനും ആ 2 സെറ്റും വേറെ വേറെ രീതിയിലായിരിക്കും. അവിടുത്തെ ഡയറക്ടേഴ്സിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ തരത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഭാഷ മാറുന്നു, ഭക്ഷണം മാറുന്നു, ക്ലൈമറ്റ് മാറുന്നു എന്നുള്ളതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു ക്ലീൻ സ്ലേറ്റോടെ നമ്മൾ എല്ലാ സിനിമയിലും ചെല്ലുമ്പോഴത്തേനും ഇറ്റ്സ് ദ സെയിം. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതുവരെ ടച്ച്വുഡ് എനിക്ക് എല്ലാ സെറ്റും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാ സെറ്റിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവരെന്നെ സപ്പോർട്ട് ചെയ്തു. തമിഴ് ചെല്ലുമ്പോഴാണെങ്കിലും തെലുഗു, നമ്മുടെ ഹൈദരാബാദൊക്കെ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോഴാണെങ്കിലും ഭയങ്കര വെൽക്കമിങ് ആണ് അവർ. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു ഘടകമാണത്. ഡ്രീം റോൾ അങ്ങനെ ചോദിച്ചാൽ കുറേ ഡ്രീം റോൾസ് ഉണ്ട്. എന്താ പറയാ, ഐ തിങ്ക് എനിത്തിങ് ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്യാനായിട്ട് കൂടുതലും ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലാതെ നമുക്കായിട്ട് ആസ് ആൻ ആക്ടർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലുള്ള ക്യാരക്ടേഴ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അത് ചെയ്യാൻ. താങ്ക് യു സർ.